ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഹോണ്ട ഹൈനസ് CB350യുടെ ഒരു റൈഡ് എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ടാണ്. അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. കൂട്ടുകാരൻ പില്ലിനായിട്ട് ബാക്കിൽ ഇരിപ്പുണ്ട്. അപ്പം അവൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ഏകദേശം 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ റിവ്യൂ എടുക്കാൻ വേണ്ടി എടുത്തു. അപ്പം ഇത് ഒരു ഇൻഡെപ്ത് റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കാണില്ല. ഇൻഡെപ്ത് റിവ്യൂസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഇത് എൻ്റെ ഒരു റൈഡ് എക്സ്പീരിയൻസ് ആയിട്ടും പിന്നെ ഞാൻ ഈ വണ്ടിയിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ നമ്മൾ മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കിയതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് നല്ല പൊളിയായിട്ട് വണ്ടി ഓടിച്ച് പോകാം. റൈഡ് ഫീലൊക്കെ വേറെ ലെവലാണ്. എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടിയുടെ ഒരു റൈഡ് ഫീല്. നമ്മൾ ഈ ഒരു ലുക്കിൽ ഫ്രണ്ട് ഡയലിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ഡയൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സെമി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. നമുക്ക് സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു റൈറ്റിങ്സ് കാണാം, ഒരു അനലോഗ് ആയിട്ട് കാണാം. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ട്രിപ്പ് മീറ്റർ, പിന്നെ നമ്മുടെ ബാറ്ററീൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഫ്യൂവൽ റേഞ്ച് കാണിക്കും, ആവറേജ് ഫ്യൂവൽ കൺസപ്ഷൻ കാണിക്കും. പിന്നെ ഇതിലേറ്റവും എനിക്ക് ഈ ഒരു മീറ്ററിൽ ഏറ്റവും പൊളിയായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ ട്രാക്ഷൻ ഓഫ് ചെയ്യാനും ഓൺ ആക്കാനുള്ളൊരു ഒരു സ്പെസിഫിക്കേഷനും കൂടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ സൈഡിലായിട്ടാണ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ട്രാക്ഷൻ ഓഫ് ചെയ്യേണ്ട സ്വിച്ചും ഇത് ബാക്കി സെറ്റിങ്സിനുള്ള സ്വിച്ചുമാണ്. അപ്പോൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് അവർ മീറ്റർ കൺസോളിൻ്റെ ഭാഗമൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. എൻ്റെ ഡ്യൂക്ക് 250 എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേനും ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനിൽ നിന്ന് വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും തോന്നില്ല. കാരണം നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ പൊസിഷനാണ്. പിന്നെ ഇപ്പം ലോങ് ടൂറൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ കംഫർട്ട് ഈ ഒരു വണ്ടിയുടെ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പുറമേ നിന്ന് നോക്കുമ്പോഴത്തേനും ഒരു റെട്രോ ബൈക്കായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പുറമേ നിന്ന് മാത്രമല്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു റെട്രോ ബൈക്കിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ എക്സോസ്റ്റ് മാറ്റിയൊരു സൗണ്ടിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വലിയ കറക്റ്റ് ആ ഒരു ഫീലാണെന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ രീതിയിൽ നമുക്ക് അതിൻ്റേതായ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു റോയൽ എൻഫീൽഡ് എക്സോസ്റ്റ് മാറ്റിയിട്ട് എങ്ങനെ ഓടിക്കുക അത് കണക്കുള്ളൊരു റൈഡ് ഫീലും കാര്യങ്ങളുണ്ട്. ബട്ട് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പോലത്തെ എഞ്ചിനെ അല്ല, ഒരു സ്പോർട്സ് സെഗ്മെൻറ്റിലൊക്കെ പെടുത്താൻ പറ്റിയുള്ള ഒരു എഞ്ചിൻ കാറ്റഗറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. എഞ്ചിൻ്റെ ഗിയർ റേഷ്യൂസൊക്കെ വലുതാണ്. ബട്ട് നമുക്കൊരു ഹൈവേയിൽ കയറുമ്പോഴത്തേനും ആ ഒരു ഗിയർ റേഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വണ്ടിയുടെ പവറിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 bhp അടുപ്പിച്ചാണ് ഈ ഒരു വണ്ടിയുടെ പവർ വരുന്നത്. അതും ഏകദേശം 5500 RPM ആ റേഞ്ചിലാണ് വരുന്നത്. വണ്ടിയുടെ ടോർക്കിൻ്റെ കാര്യത്തിലോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 30 Nm ടോർക്ക് 3500 RPM അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ലോയിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഓട്ടിക്കാനും പറ്റും. ഇപ്പം കുറച്ച് പേര് കാണും നമുക്ക് ലോയിൻ്റെ ടോർക്ക് ഇല്ലാത്ത വണ്ടികൾക്ക് ഓട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ വണ്ടി ഓഫായി പോകുന്നൊരു ബുദ്ധിമുട്ടൊക്കെ വരും. അവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് വണ്ടിയാണിത് ഈ ഒരു എഞ്ചിനും. പിന്നെ ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ വന്നിട്ട് ഒരു ഹൈഡ്രോളിക് എന്തോ സംഭവമാണ്, ഹൈഡ്രോളിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ വരുന്നത്. ഇനി ഈ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേനും വളരെ ഹാർഡുമല്ല വളരെ സോഫ്റ്റും അല്ലാത്തൊരു സസ്പെൻഷനാണ്. നമുക്ക് കംഫർട്ടബിൾ ആണ്. ഒരു ക്രൂസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഒരു ലോങ് റൈഡ് ചെയ്യാനും നല്ല അടിപൊളി കംഫർട്ട് വരും. പിന്നെ ഓഫ് റോഡ് ചെയ്യാൻ നേരത്തെ ഓഫ് റോഡിങ്ങിന് പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പിടിയില്ല. കാരണം ഇങ്ങനത്തെ ഒരു വണ്ടി ഓഫ് റോഡൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്താണ് അവസ്ഥയെന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ബട്ട് നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഗട്ടറൊക്കെ ഇറക്കിയ സമയത്ത് എനിക്ക് കുറച്ച് ഹാർഡ്നെസ് സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബുദ്ധിമുട്ടൊന്നുമല്ല, കുറച്ച് ഹാർഡ്നെസ് ഉണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ അല്ല. പിന്നെ ബാക്ക് സസ്പെൻഷൻ വന്നിട്ട് വളരെ സോഫ്റ്റാണ് കേട്ടോ. ഈ ഗട്ടറൊക്കെ ഇറങ്ങുന്ന സമയത്ത് ബാക്ക് നല്ല രീതിയിൽ കിടന്നിങ്ങനെ നല്ല രീതിയിലൊന്ന് കുലുങ്ങി പോകുന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. വട്ടാണ് അവന്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തോടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടോളറായിട്ടുള്ള ഗിയറായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഇതൊരു അത് നമുക്ക് സിറ്റി റൈഡിങ്ങിൽ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഈ ടോളർ ഗിയർ റേഷ്യൂസ് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹൈവേയിലാണ്. ഒരു ലോങ് ടൂർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ് ഈ ഒരു ടോളർ ഗിയർ റേഷ്യൂസ്.
ഇതൊരു 350 cc തന്നെ ഒരു സ്പോർട്സ് ടൂറിംഗ് കാറ്റഗറിയിൽ പെടുത്താം. നമുക്കിപ്പം സിറ്റി ഫണ്ണാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സിറ്റി ഫണ്ണിലും ഈ ഒരു വണ്ടി വളരെയധികം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു വണ്ടിയാണ്. ഞാനിപ്പോൾ സിറ്റിയിൽ ഈ ഒരു ഹൈവേയിലോട്ട് കയറുന്നതിന് മുമ്പേ ഫുള്ളൊരു 10-15 കിലോമീറ്റർ ഓടിപ്പിച്ച് ഞാൻ സിറ്റിയിൽ കൂടെ ഓടിച്ചാണ് വന്നത്. അതായത് ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ ഓടിച്ച് തന്നെയാണ് വന്നത്. ആ ടൈമിൽ എനിക്ക് വളരെയധികം ഫൺ ബൈക്കായിട്ടാണ് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഈസിലി സിറ്റി ഫൺ ബൈക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് നമ്മുടെ റോയൽ എൻഫീൽഡൊക്കെ എടുത്തിട്ട് ചേട്ടന്മാർ വളരെയധികം സിറ്റിയിൽ തുറന്ന് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡ് അതിന് അത്രമാത്രം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബൈക്ക് അല്ലാന്ന്. കാരണം അതിൻ്റെ വെയിറ്റും പിന്നെ അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊന്നും ഒരു സിറ്റി ഫൺ ബൈക്കായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയല്ല റോയൽ എൻഫീൽഡ്. പക്ഷേ അതേ സമയത്ത് ഈ ഒരു റെട്രോ ബൈക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു CB ഹൈനസിൻ്റെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലുക്സിലും തന്നെ നമുക്ക് സിറ്റിയിൽ നല്ല അടിപൊളിയായിട്ട് ഫൺ ബൈക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബൈക്കും കൂടെയാണ് നമ്മുടെ CB ഹൈനസ് 350. അപ്പം ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വേറെ ലെവലായി പോയി കേട്ടോ. അപ്പം ഈ ഒരു വണ്ടി ഓടിച്ച സമയത്ത് എനിക്ക്, അതായത് ആദ്യമായിട്ട് എടുത്ത സമയത്ത് എനിക്ക് വളരെയധികം റിഫൈൻമെൻറ്റ് വണ്ടിയുടെ എഞ്ചിനിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം വൺ ഓഫ് ദി ബെസ്റ്റ് റിഫൈൻഡ് എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം കിട്ടാവുന്നതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് റിഫൈൻഡ് എഞ്ചിനാണിത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് തന്നെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 1-2 അടുത്ത് ബ്രേക്ക് പിടിച്ചപ്പോഴും എനിക്ക് വളരെ ഷാർപ്പായിട്ടാണ് എനിക്ക് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്തത്. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു സൈഡിലോട്ട് നിർത്തിയിട്ടുണ്ട് വണ്ടിയുടെ ഓവറോൾ ലുക്സിനെ പറ്റി സംസാരിക്കാനായിട്ട്. എനിക്ക് ഈ ഒരു വണ്ടിയുടെ ലുക്സ് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പക്ക റെട്രോ ലുക്കൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു നമ്മളെ മനസ്സിൽ നമ്മൾ ഈ പുറം രാജ്യങ്ങളിലൊക്കെ കാണുന്ന വണ്ടികളുടെയൊക്കെ ഒരു ലുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻറ്റ് ക്വാളിറ്റി എല്ലാം ഈ ഒരു വണ്ടിയിൽ കാണുന്നുണ്ട്. ഇപ്പം ഓവറോൾ ലുക്സിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അവരുടെ ബാഡ്ജിങ്, ഹോണ്ടയുടെ ബാഡ്ജിങ്, അങ്ങനെ ലുക്സിൽ ഓവറോൾ നമുക്കിപ്പോൾ റെട്രോ ലുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു റെട്രോ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ബുള്ളറ്റ് 350 ചവറായി വന്നുകൊണ്ടിരുന്ന സമയത്താണ് ജാവ, പിന്നെ നമ്മുടെ ബെനലി, പിന്നെ അങ്ങനെ കുറച്ച് കമ്പനികൾ അവരുടെ റെട്രോ ബൈക്സുകൾ മാർക്കറ്റിലോട്ട് ഇറക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹോണ്ട CB ഹൈനസ് 350. ഇതിൻ്റെ ഒരു ടെയിൽ സെക്ഷനൊക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു പക്ക റെട്രോ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ കൊടുക്കാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. വണ്ടിയുടെ എൻജിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു റെട്രോ ടച്ച് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ എൻജിൻ മാത്രമാണ് നമുക്കൊരു സ്പോർട്സ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു എൻജിനായിട്ട് ഫീൽ ചെയ്യുന്നത് വണ്ടി ഓട്ടിക്കുന്ന സമയത്ത്. പിന്നെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും കേൾപ്പിച്ച് തരാം. ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ട്. എല്ലാം ഓവറോൾ എനിക്ക് ലുക്സും ഇഷ്ടപ്പെട്ടു, വണ്ടിയുടെ റൈഡ് ഫീൽ ഇഷ്ടപ്പെട്ടു, എല്ലാം ഓക്കെയാണ് ഗൈസ് ഈ ഒരു വണ്ടിയിൽ. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇത് പില്ലിനായിട്ടിരുന്ന് അവൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരനാണ്, അവൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പം പില്ലിനായിട്ട് ഇരുന്ന് പോയ സമയത്ത് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ വണ്ടി ഓടിച്ച സമയത്തും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഇതിൽ വന്നിട്ട് ഹോൺ സ്വിച്ച് മേളിലും താഴെയാണ് ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നത്. അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇവിടെ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും വരുന്നുണ്ട്. കൊള്ളാം, എല്ലാം ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ബൈക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴത്തേനും അത്യാവശ്യം വെയിറ്റ് ഉള്ള വണ്ടിയാണ്. 181 kilograms അങ്ങോട്ട് വെയിറ്റ് ഉള്ള വണ്ടിയാണ്. ബട്ട് വളരെ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. എൻ്റെ വണ്ടിയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 810, 820, 830 mm കൊണ്ടാണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഒരു ഷോർട്ട് റൈഡറിനും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ് ഹൈറ്റ് ആണെന്ന് തോന്നുന്നു വണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 0 to 100 ഞാൻ ഒന്ന് കയറ്റാൻ പറ്റുമെന്ന് നോക്കാം. കട്ട് ചെയ്യണോ? പൊളിയല്ലേ? പൊളി കൊള്ളാം, പൊളി. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈവേ ആണ്. ബട്ട് ഫുൾ റഷാണ് ഗൈസ്. എന്തായാലും ഞാൻ 0 to 100 കയറ്റാൻ പറ്റുമെന്ന് നോക്കാം.
യെസ് ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി 0 to 100 ക്രോസ് ചെയ്തിരിക്കുന്നു. പൊളി ഗൈസ്. അപ്പം നല്ലൊരു ഓപ്പൺ ഹൈവേ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ നമ്മൾ ടൂർ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹൈവേസിലൊക്കെ നമുക്കൊരു 110 ഒക്കെ ഒരു സ്വീറ്റ് സ്പോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടിയിൽ 110, 120 ഒക്കെ നമുക്ക് സുഖമായിട്ട് വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്യാവശ്യം കോർണറിങ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ വഴിക്ക് ഒരു കോർണർ എടുത്തു, ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു ഫീല്. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടീനെ പറ്റി എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വണ്ടീനെ പറ്റി എന്തെങ്കിലും പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് രൂപത്തിൽ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൈ.